കഴിഞ്ഞ 30 വർഷമായി NIA അന്വേഷിച്ചുകൊണ്ടിരുന്ന കൊടും ഭീകരൻ അബൂബക്കർ സിദ്ദിഖ് അറസ്റ്റിലായി. അബൂബക്കർ സിദ്ദിഖ് കാസർഗോഡ് ജില്ലക്കാരനാണ്, മലയാളിയാണ്. അദ്ദേഹം 30 വർഷമായിട്ട് ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒളിവിൽ പോയി. ഇപ്പോഴ് 1999 മുതൽ അബൂബക്കർ സിദ്ദിഖിനെ NIA ഭീകരവിരുദ്ധ ഓരോ സ്റ്റേറ്റിലുള്ള സ്ക്വാഡുകളും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴ് ആന്ധ്രാപ്രദേശിലെ അണ്ണാമയ്യ ജില്ലയിൽ നിന്നും ഇയാളെ പിടികൂടി. കൂടെ ഇദ്ദേഹത്തിൻ്റെ ഉറ്റ അനുയായി മൻസൂർ എന്ന മുഹമ്മദ് അലിയും അറസ്റ്റിൽ ഉൾപ്പെട്ടു. മുഹമ്മദ് അലി തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയാണ്. രണ്ടുപേരും ഇന്ത്യയിലെ ഭീകരപ്രവർത്തനത്തിന് വാണ്ടഡായിരുന്നു. രണ്ടുപേർക്കും തലയ്ക്ക് 5 ലക്ഷം രൂപ വിലയിട്ടിരുന്നു. 1999 അബൂബക്കർ സിദ്ദിഖിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഹിന്ദു മുന്നണി ഓഫീസിലെ സ്ഫോടനമായിരുന്നു തുടക്കത്തിൽ. അതിനുശേഷം നാഗപട്ടണത്ത് നടന്ന പാഴ്സൽ ബോംബ് സ്ഫോടനങ്ങൾ, അതിൻ്റെ ബുദ്ധി അബൂബക്കർ സിദ്ദിഖിന് തന്നെയായിരുന്നു. 99 ചെന്നൈയിൽ ഒരു സ്ഫോടനം ഉണ്ടായി. തിരുച്ചിറപ്പള്ളി, കോയമ്പത്തൂർ എന്നീ ഭാഗത്തിൽ സ്ഫോടനം ഉണ്ടായി. അതിൻ്റെ എല്ലാ ഉഗ്ര സ്ഫോടനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി അബൂബക്കർ സിദ്ദിഖായിരുന്നു. ചെന്നൈയിലെ എഗ്മൂറിലെ പോലീസ് കമ്മീഷണർ ഓഫീസിലൊരു സ്ഫോടനം ഉണ്ടായി. അതിൻ്റെ പിന്നിൽ അബൂബക്കർ സിദ്ദിഖായിരുന്നു. 2011 എൽഗോ അദ്വാനിയുടെ രഥം ഉരുണ്ടപ്പോൾ ആ രഥത്തിലെ സ്ഫോടന വസ്തുക്കൾ വയ്ച്ചതും അബൂബക്കർ സിദ്ദിഖ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2012 വെല്ലൂരിൽ ഡോക്ടർ അരവിന്ദ് റെഡ്ഡിയെ സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ സംഭവത്തിലും പ്രതിയാണ്. 2013 ബാംഗ്ലൂർ മല്ലേശ്വരത്ത് BJP ആസ്ഥാനം സ്ഫോടനത്തിൽ തകർത്തു. ധാരാളം ആസൂത്രിതമായ ഓപ്പറേഷൻസ് അബൂബക്കർ സിദ്ദിഖ് ദക്ഷിണേന്ത്യയിൽ നടത്തി. അതിലെല്ലാം പ്രതിയാണ്. ഒളിവിലാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നത്. എന്തായാലും തമിഴ്നാട് പോലീസും അവരുടെ ഭീകരപ്രവർത്തന സേനയും NIAയുടെയും അവരുടെ ശ്രമഫലമായി ഇന്നലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ രണ്ടു പേർക്കുമെതിരായി ഈ അറിയപ്പെടുന്ന ഇതുപോലെ ഫേമസായ കേസുകളല്ലാതെ ധാരാളം സ്ഫോടന കേസിൽ അബൂബക്കർ സിദ്ദിഖ് പ്രതിയായിട്ടുണ്ട്. എന്തായാലും ഇനി അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം അന്നത്തെ ഇത് വെച്ച് 10-60 വയസ്സിലെത്തിക്കാണും. 30 വർഷത്തെ ഒളിവ് ചെയ്യുമായിരുന്നു 99 മുതൽ. ദക്ഷിണേന്ത്യയിലെ ഭീകരപ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിച്ചതും അതിന് ഇത്രയും ധൈര്യസമേതം ഇതുപോലെ ഇമ്പോർട്ടൻ്റായ സ്ഥലങ്ങളിൽ ആരും അറിയാതെ കൊണ്ട് ബോംബ് കൊണ്ട് വെച്ച് പൊട്ടിച്ചതുമൊക്കെ അബൂബക്കർ സിദ്ദിഖിൻ്റെ ബുദ്ധി കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അനുയായി തിരുനെൽവേലിക്കാരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെയും തലയ്ക്ക് നേരത്തെ വില പ്രഖ്യാപിച്ചതുകൊണ്ട്, അതുപോലെ ആന്ധ്രയിലെ ഒരു കൊലപാതകം, ഡോക്ടർ അരവിന്ദിൻ്റെ കൊലപാതകവും സ്ഫോടനത്തിലാണ്. അങ്ങനെ സ്ഫോടനത്തിൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ശിക്ഷാവിധി അനുസരിച്ച് തൂക്കുകയർ തന്നെയാണ് ലഭിക്കാൻ സാധ്യത. ഇവിടെ ഇത്രയും കേസിലെ പ്രതിയും പ്രത്യേകിച്ച് സ്ഫോടനത്താൽ ഒരാളെ ഡോക്ടർ അരവിന്ദിനെ കൊലപ്പെടുത്തിയ കേസും നിലവിലുള്ളത് കൊണ്ട് ആ ഒരു കേസിനകത്ത് തീർച്ചയായും കഠിനമായ ശിക്ഷ ഇന്ത്യയിലേക്ക് കൊടുക്കും, തൂക്കുകയർ തന്നെ കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ മലയാളിയെ തപ്പി പല സ്റ്റേറ്റുകാരും ബോംബെ, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തിരുവനന്തപുരം, കേരളം എന്നിവിടങ്ങളിലൊക്കെ വാണ്ടഡാണ്. പിന്നെ പല സ്ഫോടനത്തിലും ഓരോ സ്റ്റേറ്റിലുണ്ടായതിന് പിന്നിലെ ബുദ്ധി അബൂബക്കർ സിദ്ദിഖായിരുന്നു. കാരണം അയാളാണ് ഈ സ്ഫോടനത്തിൻ്റെ ആ ഡിവൈസസ് ഉണ്ടാക്കാനുള്ള എക്സ്പെർട്ട്. അങ്ങനെയാണ് കഴിഞ്ഞ 30 വർഷം 99 മുതൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ സ്ഫോടന പരമ്പര ദക്ഷിണേന്ത്യയിൽ നിലനിന്നത്. ഇപ്പോഴത് ഈ അറസ്റ്റോട് കൂടി തന്നെ ഇതിനൊരു പരിഹാരമായി. ഇതുപോലെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഇന്ത്യക്കാരായാലും ശരി, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, അവർക്കൊക്കെ തൂക്കുകയർ ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.